പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ AfD പാർട്ടിയുമായിട്ടുള്ള CDU സഹകരണത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നു. കുടിയേറ്റം സംബന്ധിച്ച പാർലമെന്റിൽ നടന്ന 2 തർക്ക വോട്ടുകളുടെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിലുടനീളം പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. തീവ്ര വലതുപക്ഷ AfDയുമായി സഹകരിച്ചതിന് യാഥാസ്ഥിതിക CDU-CSUവിനെതിരെയാണ് പ്രകടനക്കാർ രോഷം പ്രകടിപ്പിച്ചത്. ഫെബ്രുവരി 23 നടക്കാനിരിക്കുന്ന ജർമ്മനിയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് 2 വിവാദ പാർലമെന്ററി വോട്ടുകളുടെ പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ അതിന്റെ ഉയർച്ചയിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് പതിനായിരക്കണക്കിന് ആളുകൾ രാജ്യത്തുടനീളം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയന്റെ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസ് ആണ് പ്രതിഷേധക്കാർക്ക് വാതിൽ തുറന്നു നൽകിയത്. എന്നിവിടങ്ങളിലും നിരവധി ചെറിയ നഗരങ്ങളിലും നടന്ന പ്രകടനങ്ങൾ ആഹൻ, ഔഗ്സ്ബുർഗ്, ബ്രൗൺഷ്വൈഗ്, ബ്രെമൻ, കൊളോൺ, എസൻ, ഫ്രാങ്ക്ഫർട്ട്, ഹാംബുർഗ്, കാൾസ്റൂ, ലൈപ്സിഷ്, വൂർസ്ബുർഗ് എന്നിവിടങ്ങളിലും നിരവധി ചെറിയ നഗരങ്ങളിലും നടന്ന പ്രകടനങ്ങളിൽ വൻ ജനാവലിയാണ് ഉണ്ടായത്. ഞായറാഴ്ചയും പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രകടനം ബെർലിനിലായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മെർസും CDUവും തീവ്രവാദ ഫയർവാൾ തകർക്കാൻ ലക്ഷ്യമിടുന്നതായിട്ടാണ് ആരോപണം. ഈ ആഴ്ച ബുണ്ടസ്ടാഗിൽ 2 കുടിയേറ്റ വിരുദ്ധ ബില്ലുകൾ അവതരിപ്പിച്ച ചാൻസലർ സ്ഥാനാർത്ഥി മെർസിനെ ലക്ഷ്യമിട്ടായിരുന്നു മിക്ക പ്രകടനങ്ങളും. ഇവ രണ്ടും ബിസിനസ് കേന്ദ്രീകൃതമായ ഫ്രീ ഡെമോക്രാറ്റുകളുടെ ഇടതുപക്ഷ പോപ്പുലിസ്റ്റ് സാറ വാക്സിനെറ്റ് അലയൻസും പാർട്ടിയുടെ പിന്തുണ നേടിയതും ഏറ്റവും ശ്രദ്ധേയമായി. തീവ്ര വലതുപക്ഷ തീവ്രവാദ സംഘടനയായി AfDയെ വർഗീകരിച്ചിരിക്കുന്നതും AfDയിൽ നിന്ന് മെർസിന് പിന്തുണ ലഭിച്ചതുമാണ് ആളുകളെ, പ്രത്യേകിച്ച് CDU അനുഭാവികളെ ചൊടിപ്പിച്ചതും പ്രതിഷേധത്തിന് കാരണമായതും. ബുധനാഴ്ച 3 പാർട്ടികളും ചേർന്ന് നോൺ ബൈൻഡിംഗ് പ്രമേയം പാസാക്കി. CDUവിലെ ചില അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറ്റുള്ളവർ സോഷ്യൽ ഡെമോക്രാറ്റുകൾക്കും ഗ്രീൻസിനും എതിരായി വോട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ നിയമപരമായി ബാധ്യസ്ഥത ഉണ്ടാകുമായിരുന്ന ഒരു നിർദ്ദിഷ്ട ഇമിഗ്രേഷൻ ഇൻഫ്ലക്സ് നിയമം പരാജയപ്പെടുകയായിരുന്നു. വോട്ടുകൾ പാസാക്കാൻ തനിക്ക് AfD പിന്തുണ ആവശ്യമാണെന്ന അറിവിൽ വോട്ടിനായി പ്രേരിപ്പിക്കാനുള്ള മെർസിന്റെ നിർബന്ധം യുദ്ധാനന്തര ജർമ്മൻ വിലക്കിന്റെ ലംഘനമാണെന്നാണ് നിശ്ചിതമായി വിമർശിക്കപ്പെട്ടത്. ജർമ്മൻ രാഷ്ട്രീയത്തിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുമായി പ്രവർത്തിക്കാനോ സഹകരിക്കാനോ വിസമ്മതിക്കുന്നതിനെയാണ് ഫയർവാൾ എന്ന് വിളിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം മുതൽ ദേശീയ സോഷ്യലിസ്റ്റുകൾ അധികാരത്തിൽ കയറാൻ ജനാധിപത്യ മാർഗങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പഠിച്ച പാഠങ്ങളുടെ ഫലമായി രാജ്യത്തെ എല്ലാ സ്ഥാപിത പാർട്ടികളും തീവ്രവാദ പാർട്ടികളുമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ലോകത്തെ അരാജകത്വത്തിലാക്കുകയും രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഏകാധിപത്യ ഭരണ സംവിധാനമാണ് നാസികൾ സ്ഥാപിച്ചത്. ഫ്രിറ്റ്സ് മുട്ടി കേൾക്കൂ എന്ന ആഹ്വാനത്തിലൂടെ പ്രകടനക്കാർ മെർസിനെ പുനഃപരിശോധിക്കാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു. അതേസമയം മുൻ ചാൻസലർ അംഗല മെർക്കൽ തന്റെ 16 വർഷത്തെ ഭരണകാലത്ത് സിറിയൻ, അഫ്ഗാൻ കുടിയേറ്റക്കാരുടെ വൻതോതിലുള്ള കുത്തൊഴുക്കിന് വാതിൽ തുറന്നത് ശനിയാഴ്ചത്തെ പ്രതിഷേധങ്ങളിൽ എടുത്തു പറയപ്പെട്ടു. വിവേചനാധികാരത്തിന് പേരുകേട്ട മെർക്കൽ AfDയുമായുള്ള സഹകരണത്തെ അപലപിച്ചുകൊണ്ട് ഈ ആഴ്ച മെർസിന്റെ രാഷ്ട്രീയ വഞ്ചനയെ ശിക്ഷിക്കുന്ന ഒരു അപൂർവ നടപടിയും സ്വീകരിച്ചു. കൊളോണിൽ ഏതാണ്ട് 36,000 പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിന് മുന്നിൽ നടന്ന പ്രകടനത്തിൽ ജർമ്മൻ ആരോഗ്യമന്ത്രി കാൾ ലൗട്ടർബാഹും പങ്കെടുത്തു. അതേസമയം ഫ്രാങ്ക്ഫർട്ടിന് സമീപമുള്ള നോയ ഈസാൻബൂർഗിൽ 5,000-ഓളം പേരാണ് പങ്കെടുത്തത്. യോട്ടിങ്ങിനിൽ 5,000-ഓളം പേർ പങ്കെടുത്തു. ഹിൽഡസ്ഹൈമിൽ 8,000 പേരാണ് പങ്കെടുത്തത്. CDU പ്രകടനക്കാരുടെ രോഷത്തിന്റെ പ്രാഥമിക ലക്ഷ്യം AfDക്കെതിരെ പ്രതിഷേധിക്കുക എന്നതായിരുന്നു. അതേസമയം ഫ്രാങ്ക്ഫർട്ടിന് സമീപം പ്രകടനക്കാർ AfD പ്രചാരണ പരിപാടിയിൽ പ്രതിഷേധിക്കും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. പടക്കം, കുപ്പികൾ, മുട്ടകൾ തുടങ്ങിയ ഉപയോഗിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. എന്നാൽ CDUവിന്റെ സഹോദര പാർട്ടിയായ ബവേറിയൻ പാർട്ടി CSUവിന്റെ നേതാവ് മെർസിന്റെ തീരുമാനത്തെ പിന്തുണച്ചതും മറ്റൊരു സവിശേഷതയായി. ജർമ്മനിയുടെ മുൻ പ്രസിഡന്റും IMFന്റെ മുൻ മേധാവിയുമായ ഹോർസ്റ്റ് കേളർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സാമ്പത്തിക വിദഗ്ധനായിരുന്ന കോളർ രാഷ്ട്രീയത്തിലിറങ്ങുകയും ഹെൽമുട്ട് കോൾ ചാൻസലറായിരിക്കെ ഡെപ്യൂട്ടി ധനമന്ത്രിയാവുകയും ചെയ്തു. 2000 മുതൽ 2004 വരെയാണ് IMFനെ നയിച്ചത്. 2004 മുതൽ 2010 വരെ ജർമ്മൻ പ്രസിഡന്റായി. സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ലാതിരിക്കെ 2004 ജർമ്മൻ പ്രസിഡന്റ് പദവിയിൽ എത്തുകയും ചെയ്തു. 2009 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ സൈനിക നടപടികൾ
ഭാഗികമായി കച്ചവട താൽപര്യത്തോടെ ആയിരുന്നുവെന്ന റേഡിയോ അഭിമുഖ വിവാദമായതോടെ 2010 മെയ്യിൽ രാജിവെച്ചു. പ്രസിഡന്റ് പദവിയിലിരിക്കെ ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകളൊക്കെ തിരിച്ചയച്ച് വൻ ജനപ്രീതി നേടിക്കൊടുത്തു. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. പ്രസംഗിക്കുമ്പോൾ വംശഹത്യയുടെ ഇരകൾക്ക് മുന്നിൽ തലകുനിക്കുന്നുവെന്ന് പരാമർശിച്ചതും ലോക ശ്രദ്ധ നേടി. മുൻ ചാൻസലർ അംഗല മെർക്കലിന്റെ അടുത്ത കൂട്ടുകൈക്കാരനായിരുന്നു അദ്ദേഹം. 2004 തന്റെ പ്രസിഡന്റ് സ്ഥാനത്തിനായി മെർക്കലാണ് ശുപാർശ ചെയ്തത്. റൊമേനിയയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച കോളറുടെ കുടുംബം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ജർമ്മനിയിലേക്ക് കുടിയേറിയത്. 2000 IMFന്റെ മേധാവിയായത്. പോളണ്ടിൽ നിന്നുള്ള മലയാളി ട്രക്ക് ഡ്രൈവറെ ജർമ്മനിയിലെ മാഗ്ഡബർഗിൽ ട്രക്കിനുള്ളിൽ മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. പോളണ്ടിലെ ട്രക്ക് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൃശൂർ സ്വദേശി സണ്ണി ബാബു എന്ന 48-കാരനെയാണ് ജർമ്മൻ പോലീസ് ട്രക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോളണ്ടിൽ നിന്നും ജർമ്മനിയിലേക്ക് വന്ന ട്രക്ക് ഡ്രൈവറുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ഒടുവിൽ കമ്പനി ട്രക്കിനെ ട്രാക്ക് ചെയ്ത് മാഗ്ഡബർഗിനടുത്ത് കണ്ടെത്തി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ജർമ്മൻ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഡ്രൈവറെ ട്രക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ കൂടുതലായി അറിവായിട്ടില്ല. നിരവധി ആളുകൾ ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുകയും ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെയും ഫലമായിട്ടാണ് ഞങ്ങൾ ഇത്രയും വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ വീണ്ടും വിമാന ദുരന്തം ഉണ്ടായി. ഫിലാഡൽഫിയ നഗരത്തിൽ എയർ ആംബുലൻസ് വിമാനം തകർന്നു വീണ രോഗിയായ പെൺകുട്ടിയും അമ്മയും അടക്കം 6 പേരാണ് മരിച്ചത്. എല്ലാവരും മെക്സിക്കൻ പൗരന്മാരാണ്. ഫിലാഡൽഫിയയിൽ നിന്ന് യാത്ര ആരംഭിച്ച് വിമാനം തീഗോളമായി നിലം പതിക്കുകയായിരുന്നു. അവശിഷ്ടങ്ങൾ വീണ വീടുകൾക്കും വാഹനങ്ങൾക്കും തീപിടിക്കുകയും മറ്റ് 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മെക്സിക്കോയിലെ ജെറ്റ് റെസ്ക്യൂ എയർ ആംബുലൻസ് എന്ന കമ്പനിയുടേതാണ് വിമാനം. US-ൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ മെക്സിക്കോയിൽ തിരികെ എത്തിക്കാൻ യാത്ര തുടങ്ങിയപ്പോഴാണ് ദുരന്തമുണ്ടായത്. 2 പൈലറ്റുമാർ, ഡോക്ടർമാർ, പാരാമെഡിക് ആളുകൾ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വാഷിംഗ്ടൺ DC-യിലെ റൊണാൾഡ് റീഗൻ വിമാനത്താവള പരിസരത്ത് ഹെലികോപ്റ്ററുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അമേരിക്ക നേരത്തെ അറിയിച്ചിരുന്നു. ഹെലികോപ്റ്ററിന്റെ ബ്ലാക്ക് ബോക്സ് പോട്ടോമക് നദിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗസയിലെ ഹമാസ് ഭീകരർ ശനിയാഴ്ച 3 ഇസ്രായേലി ബന്ദികളെ കൂടി വിട്ടയച്ചു. പകരമായി ഇസ്രായേലി ജയിലുകളിൽ നിന്ന് 183 പലസ്തീൻ തടവുകാരെയും മോചിപ്പിച്ചു. റെഡ് ക്രോസിനാണ് കൈമാറിയത്. ഇവർ ഇസ്രായേലി സൈന്യത്തിന് കൈമാറി. വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം 18 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. അതേസമയം 583 പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ വിട്ടയച്ചു. നോർക്ക ട്രിപ്പിൾ വിൻ ട്രെയിനി 16 പേരെ ജർമ്മനിയിലേക്ക് തെരഞ്ഞെടുത്തു. +2 ശേഷം ജർമ്മനിയിൽ സ്റ്റൈഫൻഡോടെ സൗജന്യ നഴ്സിംഗ് പഠനത്തിനും തുടർന്ന് ജോലിക്കും അവസരമൊരുക്കുന്ന നോർക്കയുടെ ട്രിപ്പിൾ വിൻ ട്രെയിൻ പ്രോഗ്രാമിന്റെ ഭാഗമായി 16 വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി ഓഫ് ലൗസ്റ്റിക് കാൾത്തീം അധികൃതരാണ് തെരഞ്ഞെടുത്തത്. വിദ്യാർത്ഥികളെല്ലാം മികച്ച നിലവാരം പുലർത്തിയെന്നും ജർമ്മൻ സംഘം അഭിപ്രായപ്പെട്ടു. നോർക്ക സെന്ററിലെത്തിയ യൂണിവേഴ്സിറ്റി ഓഫ് ലൗസ്റ്റിക് കാൾത്തീം പ്രതിനിധി സംഘം നോർക്ക റൂട്ട് CEO അജിത് കൊളച്ചേരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ അന്താരാഷ്ട്ര ട്രെയിനിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ പ്രോഗ്രാം ടീം ലീഡർ കാട്രിൻ പിഷോൺ, ഇന്റഗ്രേഷൻ ഓഫീസർ നഴ്സിംഗ് അങ്കെ വെൻസ്കെ, ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ ഭാഗമായ സെൻട്രൽ ഫോറിൻ ആൻഡ് സ്പെഷ്യലൈസ്ഡ് പ്ലേസ്മെന്റ് സർവീസ് പ്രതിനിധി മാർക്കസ് മത്തേസൺ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. നോർക്ക റൂട്ട്സ് ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ സംയുക്തമായിട്ടാണ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. വിദേശത്ത് വിവാഹിതരായവർക്ക് ഇന്ത്യയിൽ വിവാഹ രജിസ്ട്രേഷൻ സാധ്യമല്ലെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഇത്തരം വിവാഹങ്ങൾ ഫോറിൻ മാരേജ് ആക്ടിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതേസമയം വിദേശത്ത് വിവാഹിതരായ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയ ദമ്പതികൾക്ക് വിദേശത്തേക്ക് പോകാതെ തന്നെ ഓൺലൈൻ വഴി ഫോറിൻ മാരേജ് ആക്ടിലൂടെ വിവാഹ രജിസ്റ്റർ ചെയ്യാൻ ജസ്റ്റിസ് CS ഡയസ് അനുമതി നൽകി. ഇന്ത്യയിൽ വിവാഹം നടത്താത്തതിനാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമല്ലെന്നും വിദേശത്ത് നടന്ന വിവാഹമായതിനാൽ ഫോറിൻ മാരേജ് ആക്ട് ബാധകമാകുമെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ 2ാമത്തെ ചാനലായ നിരന്തരം എക്സ്ക്ലൂസീവുകൾ പബ്ലിഷ് ചെയ്യുന്ന പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.